ഹായ്, എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എത്ര ശ്രമിച്ചിട്ടും കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവം കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവരാണോ നിങ്ങൾ? സ്ഥിരത. ചില സമയത്തുണ്ടല്ലോ ഭയങ്കര ആവേശമായിരിക്കും, എല്ലാം അങ്ങ് ചെയ്ത് ഇന്ന് തന്നെ ഇപ്പം എല്ലാം തുടങ്ങി, ഇന്ന് തന്നെ തുടങ്ങി അതിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും എന്നൊക്കെ ഭയങ്കര ആവേശത്തിൽ വിചാരിച്ചിട്ട് സ്റ്റാർട്ടാക്കും. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കാറേയില്ല. ചിലപ്പോ ഒരു ആവേശത്തിന്, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ചിലപ്പോ ഒരു ആവേശത്തിന്, ഒരു മോട്ടിവേഷൻ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ജിമ്മിലേക്ക് പോകും. ഒരു ദിവസം പോവും, 2 ദിവസം പോവും, മൂന്നിന്റെ അന്ന് ഇന്നിനി വേണ്ട, നാളെ ആവട്ടെ. പഠിക്കാൻ പോകുന്ന കുട്ടികള് 2 ദിവസം ഭയങ്കര കൺസിസ്റ്റൻസി ആയിരിക്കും, പിന്നെ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ല. പതിയെ പതിയെ നമ്മുടെ എന്താ പറയുക, എനർജി ഒക്കെ ചോർന്നു പോകുന്നു. പിന്നെ പിന്നെ അത് ലേസി ആയിട്ട് മാറുന്നു. നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് അല്ലെ? നമുക്കത് വേണം, പക്ഷെ നമുക്ക് കൺസിസ്റ്റൻസി ഇല്ല. പക്ഷെ ഒരു സ്വപ്നത്തിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ഇന്റൻസിറ്റി മാത്രം പോരാ, നമുക്ക് കൺസിസ്റ്റൻസിയും വേണം അല്ലെ? നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്, നമ്മുടെ വിജയം എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന കൺസിസ്റ്റൻസിയോടുകൂടി നമ്മൾ എടുക്കുന്ന ഓരോ ചെറിയ ആക്ഷൻസിന്റെയും മൊത്തത്തിലുള്ള തുകയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ശരിയല്ലേ? എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ഒരേ എനർജറ്റിക് ആയിട്ട് എല്ലാ ദിവസവും നമുക്ക് ഒരേ ഇൻട്രസ്റ്റോട് കൂടി എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത് മനുഷ്യ സഹജമാണ്. ചില ദിവസങ്ങൾ നമുക്ക് ഉണ്ടാവും, നമുക്ക് ഭയങ്കര ലേസി ആവും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തുവാ ഇത്, എന്നും ഇത് തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത്, ചിലപ്പോൾ നമുക്ക് എനർജി ഇല്ലാന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയൊക്കെ നമ്മുടെ മൈൻഡിൽ വരുമ്പോഴും നമ്മുടെ മൈൻഡിനോട് നമ്മൾ തന്നെ പറയുക, ഇത് എല്ലാവരുടെയും ലൈഫിൽ ഉള്ളതാണ്. എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ഇരിക്കില്ലല്ലോ. നമ്മൾ ഒരു ദിവസത്തെ എങ്ങനെ നോക്കി കാണുന്നു. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ വിചാരിക്കാണോ എനിക്ക് ഇന്ന് എനർജി തീരെയില്ല, എനിക്ക് എനർജി തീരെ കാണത്തില്ല. പക്ഷെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ പറയുകയാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, ഞാൻ ടയേർഡാണ്, അല്ലെങ്കിൽ എനിക്ക് എനർജി ലെവൽ കുറവാണ്. പക്ഷേ എനിക്ക് എനർജി ലെവല് എനിക്ക് ആർജിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു ശക്തി എന്നിലേക്ക് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഡിഫറൻസ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഒരു സിസ്റ്റം ഉണ്ടാക്കുക, ഒരു റൊട്ടീൻ ഉണ്ടാക്കുക. ഉണ്ടാക്കുമ്പോൾ തന്നെ തീരുമാനിക്കുക, മനസ്സിൽ ഉറച്ചൊരു തീരുമാനം എടുക്കുക. ഈ റൊട്ടീൻ എന്ന് പറയുന്നത് ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് തീരുന്നതല്ല. ഇത് ഞാൻ കൺസിസ്റ്റൻസിയോട് കൂടി ഈ റൊട്ടീൻ ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്നുള്ള ഒരു മെന്റാലിറ്റിയും കൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ഗോൾസ് മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ഗോളിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടൈം ടേബിള്, ഒരു റൊട്ടീന്, ഒരു എന്താ പറയുക, ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഇതൊക്കെ നിങ്ങളൊന്ന് എഴുതി വെച്ചേ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് മൈൻഡിലേക്ക് എല്ലാ ദിവസവും എഴുതി വെക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. നിങ്ങളൊന്ന് ഒരു സിസ്റ്റമാറ്റിക്കലി ഒന്ന് വർക്ക് ചെയ്യാം എന്നുള്ള ഒരു മെന്റാലിറ്റി നിങ്ങളൊന്ന് കൊണ്ടുപോകും. അങ്ങനെ നിങ്ങൾ ഒരു സിസ്റ്റമാറ്റിക്കലി വേയിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റും. നമ്മൾ ട്രാക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡൗൺ ആവുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കരകയറാനായിട്ട് നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർ ആവും. ഇതിങ്ങനെ നമ്മൾ ചെയ്യുമ്പോണ്ടല്ലോ, നമ്മുടെ പ്രോസസ്സിനെ ഓരോ ദിവസവും നമ്മൾ ആ ഒരു റൊട്ടീൻ ഉണ്ട്, നമുക്കൊരു റൊട്ടീൻ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട്, ഇനി എത്ര തന്നെ ടഫ് ആയിട്ടുള്ള പീരീഡിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാലും, എത്ര തന്നെ നമുക്ക് സമയമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാലും, നമ്മൾ ആ ഒരു ടൈം ടേബിൾ, നമ്മൾ ആ റൊട്ടീൻ ഒന്ന് കീപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് അവിടുന്ന് അങ്ങോട്ട് നമുക്ക് യാത്ര ഭയങ്കര സുഖകരമായിരിക്കും. നിങ്ങൾക്കറിയോ നമ്മൾ എവിടെയാണ് തോറ്റു പോകുന്നതെന്നറിയോ? നമ്മൾ എവിടെയാണ് സ്ലിപ്പ് ആവുന്നതെന്നറിയോ? നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മൾ മൈൻഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് പറ്റത്തില്ല, നമുക്ക് എനർജി ലെവൽ കുറവാണ്, ഇന്നലെ ഞാൻ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു എനിക്ക്, അപ്പൊ ഇന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും, അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് നിരന്തരം കൊടുക്കുന്ന ആ നെഗറ്റീവ് ചിന്തകള്, അതാണ് ഇതിന്റെയൊക്കെ വില്ലൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഓൾറെഡി നമ്മൾ മൈൻഡിൽ നമ്മൾ വിചാരിക്കുക, ചില ഡേയ്സ് ഒക്കെ അങ്ങനെയാണ്, അതിനെയൊന്നും എന്നെ തളർത്താനായിട്ട് പറ്റില്ല, പക്ഷെ ഞാൻ എന്റെ റൊട്ടീനിൽ നിന്നും വ്യതിചലിക്കത്തില്ല, ഇനി എന്തൊക്കെ തന്നെ വന്നു കഴിഞ്ഞാലും. നമ്മൾ എപ്പോഴും അതിന് റെഡി ആയിരിക്കണം. അത് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കണം, നമ്മൾ ആ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ.
എല്ലാ ദിവസവും നല്ല സ്മൂത്ത് ആയിട്ട്, എല്ലാ ദിവസവും ഒക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല സ്മൂത്ത് ആയിട്ട്, നല്ല എന്താ പറയാനാ ഈസി ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു രസം ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ ആ റൊട്ടീൻ, നിങ്ങൾ ശരിക്കും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പ്ലീസ്. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണേ. നിങ്ങളൊരു റൊട്ടീൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആ റൊട്ടീനിൽ ഒരു ദിവസം നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ ആ ടൈം ടേബിൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയവും കിട്ടും കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ആ ദിവസത്തെ ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ എന്താ ഒരു സന്തോഷം എന്നറിയാം മൈൻഡില്. നമ്മൾ ഇത്രയൊക്കെ ചെയ്തല്ലോ, എനിക്ക് എന്താണെങ്കിലും ആ ഒരു എന്റെ സക്സസിലേക്ക് എത്താനായിട്ട്, എന്റെ ഗോളിലേക്ക് എത്താനായിട്ട് ചെറിയ സ്റ്റെപ്പ് ആയിക്കോട്ടെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്ന് ചെയ്തല്ലോ, വെൽ ഡൺ വെൽ ഡൺ. നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം, നമ്മളെ തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കുക, നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുടെ ഏറ്റവും വലിയ ഫ്രണ്ട് ആരായിരിക്കണം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു ദിവസം സംസാരിക്കുന്നത് നിങ്ങളോടാണ്, ശരിയല്ലേ? നമ്മുടെ മൈൻഡിലൂടെ ഒരു 70,000 to 80,000 തോട്ട്സ് ആണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഈ തോട്ട്സ് എന്താണ്? നമ്മളോട് സംസാരിക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിക്കുക. എനിക്ക് എന്തൊക്കെയാണ് പ്രോഗ്രസ് വരുത്താൻ പറ്റുന്നത്, എനിക്ക് ഏതൊക്കെ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ അവിടെ നിന്ന് തന്നെ കിട്ടും. നിങ്ങൾ ഈ എന്താ പറയാനാ ഈ സൊല്യൂഷൻ ഒന്നും തേടി നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ അതിനുള്ള സൊല്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സിൻസിയർ ആയിട്ട് നിങ്ങളോടൊന്ന് ചോദിച്ചു കൊണ്ടേയിരുന്നാല്. നിങ്ങൾക്കറിയാം, നമ്മുടെ മൈൻഡ് നമ്മളോട് എപ്പോഴും പറയുന്നത് ഈസി ആയിട്ടുള്ള വേ ആയിരിക്കും, അല്ലെങ്കിൽ ലേസിനെസ് ആയിരിക്കും എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നമ്മളോട് മൈൻഡ് പറയാണ് കുറെ നേരം നമുക്ക് TV കാണാം, കുറെ നേരം നമുക്ക് സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യാം, കുറെ സമയം എന്തെങ്കിലുമൊക്കെ റീൽസ് കണ്ടിട്ട് സമയം കളയാം. ഇങ്ങനെ മൈൻഡ് എന്ത് ചെയ്യും? നമ്മുടെ കംഫർട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് എപ്പോഴും മൈൻഡ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് വേണം? മൈൻഡിന്റെ അടിമകളായിക്കൊണ്ട് ജീവിക്കാതെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ എപ്പോഴും മൈൻഡിനോട് ഇങ്ങനെ തർക്കിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ അത് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക. നിങ്ങളുടെ ഡിസിഷൻ, നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ, അത് വൈസ് ആയിട്ടുള്ള ആ ഡിസിഷനിലേക്ക് നിങ്ങൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയോട് കൂടി ഞാൻ ചെയ്യും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം മൈൻഡിലേക്ക് കൊണ്ടുവരിക. ആദ്യം മൈൻഡ് സെറ്റ് ചെയ്തെടുക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റൊട്ടീൻ നിങ്ങൾ ഉണ്ടാക്കുക. സിസ്റ്റമാറ്റിക്കലി വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുക. അപ്പൊ നല്ല ഹാപ്പി ആയിട്ട്, നല്ല എനർജറ്റിക് ആയിട്ട്, നല്ല സന്തോഷത്തോടു കൂടി നമ്മൾ ഓരോ സ്റ്റെപ്പ് പിന്നിടുമ്പോഴും ആ ഒരു വിജയമൊക്കെ ചെറിയ വിജയമാണെങ്കിലും ചെറിയ സ്റ്റെപ്പ് ആണെങ്കിലും നമ്മളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്ത് നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് എന്ന് നിരന്തരം നമ്മുടെ മൈൻഡിലേക്ക് ആ ഒരു മെസ്സേജ് കൊടുത്ത് ജീവിതം നല്ല ആഘോഷമാക്കി കൺസിസ്റ്റൻസിയോട് കൂടി എന്തായിക്കോട്ടെ, ഏത് ആക്ഷൻ നിങ്ങൾ എടുത്താലും കൺസിസ്റ്റൻസിയോട് കൂടി അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. സോ എന്താണ്? കൺസിസ്റ്റൻസി ഈസ് ദ കീ ഓഫ് അവർ സക്സസ്. അത് എപ്പോഴും നിങ്ങൾ മൈൻഡിൽ കരുതുക. അപ്പൊ കൺസിസ്റ്റൻസിയോട് കൂടി നിങ്ങളുടെ സക്സസിലേക്ക് എത്താനായിട്ട്, നിങ്ങളുടെ ഗോൾസിലേക്ക് എത്താനായിട്ട്, ഓരോ കാര്യവും ചെയ്യാൻ റെഡി ആയിട്ടുള്ളവര് ഞാനത് ചെയ്യുമെന്ന് നിങ്ങളോട് തന്നെ പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, ഐ പ്രോമിസ് മൈ സെൽഫ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക.